എൻസിപിയിലെ ആഭ്യന്തര തർക്കം രൂക്ഷമാകുന്നു. പി.സി. ചാക്കോയ്ക്കെതിരെ കൂടുതൽ നേതാക്കൾ രംഗത്തെത്തി. മന്ത്രിമാറ്റത്തിൽ ചാക്കോ പാർട്ടിയെ തെരുവിൽ വലിച്ചിഴച്ചുവെന്ന് എൻസിപി ജനറൽ സെക്രട്ടറി പൊടിയൻകുട്ടി പറഞ്ഞു. പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധിക്ക് കാരണം ചാക്കോയുടെ നിലപാടാണ്. തോമസ് കെ തോമസ് വളർന്നുവന്നാൽ തനിക്ക് ഭീഷണിയാകുമോ എന്ന് പി.സി. ചാക്കോ ഭയന്നു. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ചാക്കോ മാറണമെന്നും പൊടിയൻകുട്ടി ആവശ്യപ്പെട്ടു. മന്ത്രിമാറ്റത്തിനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഒരു വിഷയമാണ്. ചാക്കോ സാർ തന്നെ നേരത്തെ CM-ന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പാർട്ടിയെ സംബന്ധിച്ച് ശശീന്ദ്രൻ തന്നെ തുടർന്ന് 5 വർഷവും പോവും എന്ന് പറയും. ഇടയ്ക്ക് വെച്ച് അവർ തങ്ങളിൽ ചില സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായി സകല അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ചെയ്യും. ആ അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴാണ് എം എൽ എ ഒരു സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണെന്നാണ് ഞങ്ങൾക്കെല്ലാം വളരെ സമാധാനപരമായി പ്രവർത്തകരുടെ ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പുള്ളിക്കാരനെ ചെന്ന് കണ്ട് അടുത്ത 5.5 വർഷം മന്ത്രി താങ്കളാണ്, അതിനെല്ലാ സംവിധാനവും ഞാൻ ഒരുക്കിത്തരാം എന്ന് പറഞ്ഞ MLA-ക്ക് മോഹം കൊടുത്ത് അത് ഒരു 2-3 പേര് ഒരു അടച്ചിട്ട റൂമിൽ തീരത്തക്ക പ്രശ്നങ്ങളാണ്. അതിനെ തെരുവിലിട്ട് അലക്കി സാധാ പ്രവർത്തകർക്ക് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത സ്റ്റേജിലേക്ക് അതെത്തി. സമുദായ സംഘടനയുടെ ആളുകൾ ഇടപെടാൻ തുടങ്ങി, വിമർശിക്കാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം കാരണം മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട്. ആഷിഖ്, ഭിന്നത രൂക്ഷമാകുന്നു. എന്തൊക്കെയാണ് നേതാക്കൾ പ്രതികരിക്കുന്നത്? എൻസിപിയിൽ എന്താണ് സംഭവിക്കുന്നത്? തന്നെ എൻസിപിയുടെ അകത്തെ വിഭാഗീയത പല തലങ്ങളിൽ വികസിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നിന്ന് വിവിധ നേതാക്കൾ, വിവിധ ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ പി.സി. ചാക്കോവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എൻസിപിയിലെ വലിയ ചർച്ചയായി തീർന്ന മന്ത്രി മാറ്റ ചർച്ചകളുമായിട്ടാണ്. ആദ്യഘട്ടത്തിൽ മന്ത്രിമാറ്റം ഇല്ല എന്ന് പറഞ്ഞിരുന്ന പി.സി. ചാക്കോ പിന്നീട് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ട് അനാവശ്യ ചർച്ചകൾ ഉണ്ടാക്കി ഇടതുപക്ഷ മുന്നണിയെ തന്നെ അപമാനിതനാക്കി രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാക്കിയത് പാർട്ടിയെ തെരുവിൽ വലിച്ചിഴക്കുന്ന നിലയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മളോട് പ്രതികരിച്ചത് എൻസിപി ജനറൽ സെക്രട്ടറി പൊടിയൻകുട്ടിയാണ്. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം, സാധാരണ പ്രവർത്തകർക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയാത്ത നിലയിലോട്ട് അത്തരം ചർച്ചകൾ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളതാണ് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. വിവിധ പി.സി. ചാക്കോക്കെതിരെ വിവിധ ഘടകങ്ങളിലുള്ള നേതാക്കൾ സംഘടിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഡെവലപ്മെന്റുകൾക്ക് പിന്നിൽ കഴിഞ്ഞ ദിവസം പി.സി. ചാക്കോയുമായി ഒരു എതിർപ്പ് പ്രകടിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആട്ടുകാൽ അജിയെ പുറത്താക്കിയിരുന്നു. സംഘടനാ നടപടി എടുത്ത് പുറത്താക്കുകയും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കുന്ന ഒരു ഇടപെടലുണ്ടായിരുന്നു. ആട്ടുകാൽ അജിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ ആട്ടുകാൽ അജിയെ പിന്തുണയ്ക്കുന്ന നേതാക്കളാണ് ഇപ്പോൾ പി.സി. ചാക്കോക്കെതിരെ രംഗത്ത് വരുന്നത്. കെ ശശീന്ദ്രൻ പക്ഷമടക്കം ആട്ടുകാൽ അജിയെ പിന്തുണയ്ക്കുന്ന നേതാക്കൾക്ക് ഒപ്പം നിന്നാൽ പി.സി. ചാക്കോക്കെതിരെ പാർട്ടിക്കുള്ളിൽ ഒരു മൂവ്മെന്റ് രൂപപ്പെട്ടു വരാൻ സാധ്യതയുണ്ട്. ഏതായാലും ആഭ്യന്തരമായ ചില പ്രശ്നങ്ങൾ എൻസിപിക്ക് ഉള്ളിൽ രൂപപ്പെട്ടു വരികയാണ്. അത് ഏത് നിലയിൽ പുരോഗമിക്കും എന്നുള്ളത് നോക്കി കാണേണ്ടതുണ്ട്. പി.സി. ചാക്കോ അടക്കമുള്ള ആളുകൾ ഇതിൽ ഒരു അനുനയ ശ്രമത്തിന് കൂടി ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തന്നെയാണ്. ശരി ആഷിഖ്.